അപ്പോൾ ആറാട്ടിന് തുടക്കം കുറിച്ചിരിക്കുകയാണല്ലേ? എങ്ങനെയുണ്ട്? ജനങ്ങളുടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലേ? തിരക്ക് ഇതിനേക്കാൾ കൂടും. കാരണം നല്ല അന്തരീക്ഷമാണ്. ഒരു ഏറ്റവും നല്ലൊരു അന്തരീക്ഷമാണ്. ഇന്നലെ വൈകിട്ടൊരു ചെറിയ മഴ പെയ്തു. അങ്ങനെ അതെല്ലാം അശുദ്ധിയെല്ലാം മാറ്റി വളരെ ശുദ്ധിയോടുകൂടി ഇന്ന് മഹാദേവരെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ അകമ്പടിയോടുകൂടി കുളിച്ച് ശുദ്ധിയായി തിരിച്ചു പോയി ആളുകളുടെ ക്ഷേമാന്വേഷണങ്ങളൊക്കെ നടത്തി അവരുടെ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് അമ്പലത്തിൽ ചെന്ന് അമ്പലത്തിനകത്ത് പ്രവേശിച്ച് പൂർവാധികം ഭംഗിയായി നേരത്തെ പോലെ കാര്യങ്ങൾ നടന്നു പോകും. പക്ഷേ എല്ലാം വളരെ മംഗളമാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. വളരെ നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം കിട്ടി. അതൊരു വലിയ കാര്യമാണ്. ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മളിവിടെ തിരിക്കുന്നത് വരെ ഈ പ്രദേശത്ത് ഉണ്ടാവും. അതാണ് തിരക്കൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ജനങ്ങളുടെ തിരക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല, അഭൂതപൂർവമായ തിരക്കാണ്. ഓരോ വർഷം കഴിയുന്നതോടെ ഇങ്ങനെ കൂടി വരികയാണ്. ആളുകളുടെ വിശ്വാസം ഇപ്പോൾ ഒരു ഭക്തിയുടെ ഒരു അന്തരീക്ഷം കൂടെ ഉണ്ട്. ഇപ്പോൾ ഒരു ഇടയ്ക്ക് കുറച്ച് കാലം അത് അല്പം അകന്നു നിന്നുവെങ്കിലും ഇപ്പോൾ ഈ ടെക്കീസ് വരെ ഇപ്പോൾ ഭക്തിയിലോട്ട് മാറിയിട്ടുണ്ട്. വരുന്നൊരു സമയമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്, ആചാരങ്ങളാണ്, അതൊക്കെ ഇപ്പോഴും തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഐതിഹ്യം എങ്ങനെയാണ്? അത് ആറാട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പള്ളിവേട്ട ദിവസം പോയി വേട്ട ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭഗവാന്റെ ശരീരം അശുദ്ധിയാവുന്നതാണ്. അപ്പോൾ അശുദ്ധിയാകുന്നത് കൊണ്ട് പിറ്റേ ദിവസം പവിത്രമായ ഒരു കടപ്പുറത്ത് വന്ന് കുളിച്ച് ശുദ്ധിയായി തിരിച്ച് പോകുന്ന ഒരു ചടങ്ങാണുള്ളത്. അതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. ഈ മൃഗങ്ങളെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും രക്തവും പങ്കിലമാകും. ഇദ്ദേഹമാണ് നമ്മളെ വേട്ടക്കുറുപ്പ്. ഇന്നത്തെ ഏറ്റവും പ്രധാനി അദ്ദേഹമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമാണല്ലോ അത്. എന്നോട് ചോദിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ആചാരങ്ങൾ കൂടിയാണെങ്കിൽ ആചാരങ്ങളെ ഒന്ന് സ്ഥിരപ്പെടുത്താനുള്ള ഒരു ശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിലെല്ലാവരും സഹകരിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ കണ്ടു കാണുന്നത്. ഇതൊക്കെ അന്യ മതസ്ഥരുടെ സ്ഥലങ്ങളാണ്. പക്ഷേ അവിടെയാണ് കുളിക്കാൻ അനുവാദം തരുന്നത്. ഈ പോറ്റുമാരുൾപ്പെടെ കുളിക്കുന്ന അവിടെയാണ്. അപ്പം അങ്ങനെ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അത് അതേപടി കാത്തു സൂക്ഷിക്കാൻ ആളുകളും ബാധ്യസ്ഥരാണ്. ഇവിടുത്തെ ചടങ്ങിന് ഇപ്പോൾ എത്ര നേരം ഉണ്ടായിരിക്കും ഇനി ക്ഷേത്രത്തിലേക്ക് തിരിക്കുന്നത്? ഇവിടെ നമ്മൾ